നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. കഴിഞ്ഞ വീഡിയോ നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വെറും 15 മിനിറ്റ് കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ 15 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. എന്നിട്ട് നമ്മൾ അടുത്ത 15 മാർക്ക് വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് ഇവിടെ ഈ ഗ്രാവിറ്റേഷൻ. ഏറ്റവും നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എത്ര മനോഹരമായി പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അന്നേരം നമ്മൾ തുടങ്ങുകയാണ്. ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തുടങ്ങാം. എവറി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ്, ഇത് ചോദിക്കാറുണ്ട് സാറിന്. എവറി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് directly proportional to the product of their masses and inversely proportional to the square of the distance between them. ഇതുപോലെ പഠിച്ചോണം. ഞാൻ നേരത്തെയുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു പാരഡി പോലെ, എവരി ബോയ് അട്രാക്ട്സ് എവരി അതർ ഗേൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോയ്സ് ലവ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗേൾസ് ബ്രദേഴ്സ് സ്ട്രെങ്ത്. പക്ഷേ കോഡിനേഷൻ ആകെ തകടം പറഞ്ഞു. ഈ ലോയ്ക്കൊന്നും ആപ്ലിക്കബിൾ അല്ല. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. നമ്മുടെ സമൂഹം മൊത്തം മാറുകൊണ്ട് ഈ ലോ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം പോയി, നിങ്ങൾക്കും അറിയാം. അന്നേരം ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് എവരി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ ആർ സ്ക്വയർ. എഫ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണലി സൈൻ മാറ്റണം കൊണ്ട് എന്ത് ചെയ്യണം, കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിക്കണം. ജി ഇൻറ്റു m1 m2 ബൈ ആർ സ്ക്വയർ. അതിൽ നിന്ന് ജി ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ എഫ് ആർ സ്ക്വയർ ബൈ m1 m2. ആ ജിയെ പറയുന്ന പേരാണ്, ഈ ചാപ്റ്ററിനകത്ത് ഒരേ ഒരു കോൺസ്റ്റൻ്റേ ഉള്ളൂ. ആ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഇതാണ് നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങി വെക്കേണ്ടത്, ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പിന്നെ എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് ചോദിക്കാം. ഡിനോമിനേറ്റർ ജി. ജി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം, എഫ് ആർ സ്ക്വയർ ബൈ m1 m2. ഇതിനകത്ത് ജി ഈസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ആർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ, m1 m2 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ജി ഈസ് ഈക്വൽ ടു എന്താണ്? എഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിലെ ജി ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു എഫ് എന്തുവാ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ യൂണിറ്റ് മാസസ് എന്ന് പറഞ്ഞാൽ m1 ഈസ് ഈക്വൽ ടു m2 ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം സെപ്പറേറ്റഡ് ബൈ യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. അന്നേരം വാട്ട് ഈസ് മൈ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ യൂണിറ്റ് മാസസ് സെപ്പറേറ്റഡ് ബൈ യൂണിറ്റ് ഡിസ്റ്റൻസ്. ഇതാണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആയോ? ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിൻ്റെ ജി ആണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് എപ്പോഴും ഈ ചാപ്റ്റർ വേണ്ടതാണ്. ഒന്ന് ഞാൻ എടുത്തെഴുതാൻ, ജി ഈസ് ഈക്വൽ ടു gm ബൈ ആർ സ്ക്വയർ. ഇനി അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം ഈ ചാപ്റ്റർ തീരുന്നവരെ നമുക്ക് ജി ഈസ് ഈക്വൽ ടു gm ബൈ ആർ സ്ക്വയർ വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നമുക്ക് അടുത്തത് മാസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ദി എർത്ത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടിടെ മാസ് ഓഫ് ദി എർത്ത് ഡിനോട്ട് ലെറ്റർ, എർത്തിൻ്റെ മാസും എർത്തിൻ്റെ റേഡിയസും എപ്പോഴും ഡിനോട്ട് ലെറ്റർ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറും ആയിരിക്കും. മാസും എർത്തും. മാസ് ഓഫ് ദി എർത്ത് കണ്ടുപിടിക്കാം, ജി ഈസ് ഈക്വൽ ടു gm ബൈ ആർ സ്ക്വയർ. അതിൽ നിന്ന് എം ഒന്ന് കണ്ടുപിടിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ജി ആർ സ്ക്വയർ, അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് ആർ സ്ക്വയർ ജി ബൈ ജി. ഇത്രയേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞു. മാസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഉത്തരം കിട്ടി. ഇനി ഡെൻസിറ്റി. ഡെൻസിറ്റി റോ എന്നാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തോ? മാസ് ബൈ വോളിയം, എം ബൈ വി. എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതല്ലേ, ആർ സ്ക്വയർ ജി ബൈ ജി. വി എന്ന് പറയുന്നത് നമ്മൾ എർത്തിനെ കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ്? ഒരു സ്ഫിയറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്ഫിയറായിട്ടാണ് ചെയ്യുന്നത്. ഒരു സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ, എമ്മിന് പകരം ആർ സ്ക്വയർ ജി ബൈ ജി ബൈ വിക്ക് പകരം 4/3 പൈ ആർ ക്യൂബ്. ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. റോ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ജി ബൈ ജി ഇൻറ്റു 4/3 തിരിച്ചു വരുമ്പോൾ എന്ത് വരും? 3/4 പൈ ആർ ക്യൂബ്. അന്നേ ഒരു ആർ സ്ക്വയറും ആർ ക്യൂബും ക്യാൻസൽ. ജി ഇൻറ്റു 3 3g ബൈ ബാക്കി എന്തുണ്ട്? 4 പൈ. ഇവിടെ ഒരു ആറുണ്ട്, 4 പൈ ആർ ജി. ആണ്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എവിടൊക്കെയാണ് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരുന്നത് എവിടെയൊക്കെയാണ്? ഷേപ്പ് ഓഫ് ദി എർത്ത്, ഓൾട്ടിറ്റ്യൂഡ്, ഡെപ്ത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ആദ്യം നമുക്ക് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഷേപ്പ് ഓഫ് ദി എർത്ത് പഠിക്കാം.
മെയിൻ ഇക്വേഷൻ എടുക്കുക, ജി ഈസിക്കൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഷേപ്പ് ഓഫ് ദി എർത്ത് ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ, ജിയും എമ്മും കോൺസ്റ്റൻ്റ് ആണ്. ജിയും എമ്മും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ ആർ സ്ക്വയർ. എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. സ്ക്വയർ ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. അന്നേരം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. അതാണ് ജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ ആർ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ഇതിന് 2 മാർഗം. പക്ഷെ അടുത്തവൻ പുപ്പുലിയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, സിമ്പിളാണ്. വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തുവാടെ? ഹൈറ്റ് എന്നാണ്. തുടങ്ങാം. ആദ്യം മെയിൻ ഇക്വേഷൻ. ഞാൻ എപ്പോഴും പറഞ്ഞു ഈ ഇക്വേഷൻ നമ്മുടെ ചാപ്റ്ററിലുടനീളം ഫോളോ ചെയ്യും. ജി ഈസിക്കൽ ടു ജി എം ബൈ ആർ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 1. വേരിയേഷൻ കാണിക്കാൻ വേണ്ടി ജിക്ക് വരെ ഞാൻ ജി ഡാഷ് എന്ന് എഴുതി. ജി എം, ജി കോൺസ്റ്റൻ്റ് ആണ്, എമ്മും കോൺസ്റ്റൻ്റ് ആണ്. ഹൈറ്റ് ആകുമ്പോൾ ഇതാണ് എർത്തിൻ്റെ റേഡിയസ് എങ്കിൽ എച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ ആർ പ്ലസ് എച്ച് എന്ന ഹൈറ്റ് ആണെങ്കിൽ, ഡെപ്ത് ആണെങ്കിൽ ആർ മൈനസ് എച്ച്. അന്നേരം ജി എം ബൈ ഹൈറ്റ് ആയതുകൊണ്ട് ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ജി ബൈ ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ബൈ ജി എം ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ. ഇത് ഞാൻ ഒന്നുകൂടി എഴുതി കാണിക്കാം. ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു അത് അങ്ങ് തിരിച്ചു വരുമല്ലോ, ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ബൈ ജി എം. ഇങ്ങനെ ജി എമ്മും വെട്ടിപ്പോയി. ബാക്കി എന്തോ വന്നു? ജി ബൈ ജി ഡാഷ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ജി ബൈ ജി ഡാഷ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ബൈ ആർ സ്ക്വയർ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഇപ്പം എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ബൈ എ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ എ പ്ലസ് ബി ബൈ എ ദി ഹോൾ സ്ക്വയർ. അതുപോലെ ഇതിനെ ആർ പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. സെപ്പറേറ്റഡ് ഡിവൈഡ് ചെയ്യുക. ജി ബൈ ജി ഡാഷ് ഈസ് ഈക്വൽ ടു ആർ ബൈ ആർ പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ജി ഒരു സ്റ്റെപ്പ് ഇവിടെ വേണമെങ്കിൽ എഴുതാം. ജി ബൈ ജി ഡാഷ് ഈസ് ഈക്വൽ ടു, അതിൽ നിന്ന് ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. ഇപ്പം എ ബൈ ബി സ്ക്വയർ ആണെങ്കിൽ ബി സ്ക്വയർ മുകളിൽ പോയി എന്ത് വരും? ബി റേസ് ടു -2. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഇതങ്ങ് മുകളിൽ പോയാൽ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ മുകളിൽ പോയാൽ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ റേസ് ടു -2. ഇവിടെ ഈ -2 ഈ പ്ലസിൻ്റെ ഇവിടോട്ടിങ്ങ് വരും. അന്നേരം എന്ത് വരും? ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. അതുകൊണ്ട് ഇത്രയും. ഇതാണ് നമ്മുടെ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. 1 2 വട്ടം കേട്ട് നോക്കിയാൽ പിന്നെ നിങ്ങൾ മറക്കൂല, 100% ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്തോ ഇതുപോലെ പഠിക്കാം. വ്യത്യാസമുണ്ട്. സിമ്പിളായിട്ട് ജി ഈസ് ഈക്വൽ ടു മെയിൻ ഇക്വേഷൻ ജി എം ബൈ ആർ സ്ക്വയർ ആണ്. ഞാൻ പറഞ്ഞില്ലേ, അത് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? മാസ് ബൈ വോളിയം. റോ ഈസ് ഈക്വൽ ടു എം വി എന്നല്ല, എം ബൈ വി. റോ ഈസ് ഈക്വൽ ടു എം ബൈ വിക്ക് വരെ എന്ത് കൊടുക്കാം? 4/3 പൈ ആർ ക്യൂബ്. റോ ഈസ് ഈക്വൽ ടു എം ബൈ വിക്ക് വരെ എന്ത് കൊടുത്തു? 4/3 പൈ ആർ ക്യൂബ്. ക്ലിയർ ആണോ? അതിൽ നിന്ന് എം ഒന്ന് കണ്ടുപിടിച്ചേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 4/3 പൈ ആർ ക്യൂബ് റോ, ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് എന്താ ചെയ്യണോ? ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ഇല്ലേടെ, അതിനകത്ത് എമ്മിന് പകരം നാണ്ട് ഇത് കൊടുക്കണം. ജി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എമ്മിന് പകരം എന്ത് കൊടുക്കണം? 4/3 പൈ ആർ ക്യൂബ് റോ ബൈ ആർ സ്ക്വയർ. ഒരു ആർ സ്ക്വയറും ഒരു ആർ ക്യൂബും വെട്ടിപ്പോയി. ജി ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ജി റോ, ഇക്വേഷൻ നമ്പർ 3. സിമ്പിളായിട്ട് നമ്മൾ എമ്മിൻ്റെ ഇക്വേഷൻ ഇതിനകത്തോട്ട് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആർ സ്ക്വയറും ആർ ക്യൂബും വെട്ടിപ്പോയി. ഇനി ജി ഡാഷ് കണ്ടുപിടിക്കണം. അന്നേരം ജി കോൺസ്റ്റൻ്റ് ആണ്. ഡെപ്ത് വരുമ്പോൾ നമുക്ക് മാസിനെ കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് എം ഡാഷ് ആയിട്ട് മാറും. ഡെപ്ത് വരുമ്പം ആർ പ്ലസ് എച്ച് ആണോ ആർ മൈനസ് എച്ച് ആണോ? ആർ മൈനസ് എച്ച് ആണ്. ആർ സ്ക്വയർ എന്നുള്ളത് ആർ മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ. ഈ എമ്മിൻ്റെ അവിടെ നമ്മൾ എന്തോ എഴുതിയേ? 4/3 പൈ ആർ ക്യൂബ് റോ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ എം ഡാഷ് വരുമ്പോൾ എന്ത് വരും? 4/3 പൈ ആറിന് പകരം ആർ മൈനസ് എച്ച് എന്ന് വരും. എന്നിട്ട് നോക്കിയേ, എം ഡാഷ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബ് ഇൻറ്റു റോ. അന്നേരം ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഡാഷിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 4/3 പൈ ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബ് ഇൻറ്റു റോ ബൈ ആർ മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ. ആർ മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയറും ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബും ക്യാൻസൽ.
ജി ഡാഷ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ മൈനസ് എച്ച്, മണ്ടയ്ക്ക് ഒരു ആർ മൈനസ് എച്ച് ഉണ്ട്, 0. ഇക്വേഷൻ നമ്പർ 4. ഇനി വളരെ സിമ്പിളാണ്. ഇക്വേഷൻ 4 ഡിവൈഡ് ബൈ ഇക്വേഷൻ 3 സെയിം സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ജി ഡാഷ് ബൈ ജി ഈസ് ഈക്വൽ ടു, ജി ഡാഷിനുള്ള ഇക്വേഷൻ ആണ് 4/3 പൈ ആർ മൈനസ് എച്ച് ഇൻറ്റു ജി ഇൻറ്റു റോ ബൈ 4/3 പൈ ആർ ജി റോ. നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സ്റ്റെപ്പാണ്, വെട്ടി കളിക്കാം. 4/3 വെട്ടി, പയ്യും വെട്ടി, ജിയും വെട്ടി, റോയും വെട്ടി. ജി ഡാഷ് ബൈ ജി ഈസ് ഈക്വൽ ടു ബാക്കി എന്തുകൊണ്ട് ആർ മൈനസ് എച്ച് ബൈ ആർ. സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേ. ജി ഡാഷ് ബൈ ജി ഈസ് ഈക്വൽ ടു ആർ ബൈ ആർ മൈനസ് എച്ച് ബൈ ആർ. ജി ഡാഷ് ബൈ ജി ഈസ് ഈക്വൽ ടു 1 മൈനസ് എച്ച് ബൈ ആർ. അതിൽ നിന്ന് ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് എച്ച് ബൈ ആർ. അന്നേരം ജി ഡാഷ് കണ്ടുപിടിച്ച് വളരെ സിമ്പിളായിട്ട് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡും കണ്ടുപിടിച്ചു, ഡെപ്തും കണ്ടുപിടിച്ചു. സംശയമില്ലേ? ക്ലിയർ ആയേ? അടുത്ത ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ഇവൻ തന്നെയാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി പറയുന്ന മറ്റൊരു പേരാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. അന്നേരം വൈ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് കോൾഡ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് ചോദിക്കുക. അന്നേരം നമ്മൾ പെട്ടെന്ന് ഓർബിറ്റൽ വെലോസിറ്റി മനസ്സിലാക്കാനേ, നമ്മുടെ ഭൂമിയിലേക്ക് സണ്ണോ മൂണോ സ്റ്റാറോ ഒന്നും താഴോട്ട് വീഴുന്നില്ലല്ലോ, എല്ലാം അവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ അല്ലേ? അന്നേരം ആലോചിച്ച് നോക്കിയേ, 2 തരം ഫോഴ്സ് ബാലൻസ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഒന്ന്, ഇത് ഇതെല്ലാം കറങ്ങാൻ എടുക്കുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇക്വേഷൻ എന്ന് പറയുന്നതാണ് F = mv²/r. പിന്നെ താഴോട്ട് വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, അതാണ് F = gmm/r². നമ്മൾ സാറ്റലൈറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നതുകൊണ്ടാണ് r² കൊടുത്തത്. ഇക്വേഷൻ നമ്പർ 2. 1 ഉം 2 ഉം നിങ്ങളൊന്ന് തുറച്ച് നോക്കിയേ. ഒരു സൈഡ് എഫ് അല്ലയോ, അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. mv²/r = gmm/r². ഒരു എമ്മും ക്യാൻസൽ, ഒരു ആറും ഒരു r²ഉം ഒരു ആറും ക്യാൻസൽ. v² = gm/r. v = √gm/r. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഓർബിറ്റൽ വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വരെ നിങ്ങൾ എഴുതിയാൽ മതി. ഇനി വൈ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് കോൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിൻ്റെ ഈ ഇക്വേഷൻ എഴുതണം. v = √r²g/r+h. എങ്ങനെ കിട്ടിയെന്ന് ഞാനിവിടെ പറയുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഇത് എർത്തും ഇത് സാറ്റലൈറ്റും ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് വളരെ ഹൈറ്റ് കുറഞ്ഞ് 0 ആയെന്ന് വെച്ചു. 0 ആയാൽ h 0 ആണ്. അന്നേരം v √r²g/r. ഒരാറും വെട്ടിപ്പോയി. v √rg. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി എർത്ത്, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.4 × 10⁻⁶ മീറ്റർ. ജിയുടെ വാല്യൂ, സ്മോൾ ജിയുടെ വാല്യൂ 9.8 m/s². അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 7.92 km/s. ഇതാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റിയുടെ വാല്യൂ. ക്ലിയർ? ഇനി ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് നിങ്ങൾ പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതും പിന്നെ ഏതാണ് ഡീപനെ നിങ്ങൾ പഠിച്ചോളുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് ഈ വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, ഈ വട്ടം ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. അത് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് 5 മാർക്കിന് ചോദിച്ചാണ് ഇമ്പ്രൂവ്മെൻ്റ് +1 2023 കേട്ടോ. അതാണ് ഇത്. നിങ്ങൾ എർത്തായിട്ട് കൺസിഡർ ചെയ്യുക. ഈ സ്ഫിയറിനെ എർത്തായിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് അതിൻ്റെ സെൻറ്റർ. എർത്തിൻ്റെ റേഡിയസ് ആണ് R. എർത്തിൻ്റെ മാസ് ആണ് M. പുറത്ത് 2 പോയിൻ്റ് എടുത്തിട്ടുണ്ട്, എയും ബിയും. O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് R1, O മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് R2. ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യനുള്ള ഇക്വേഷനാണ് ഇത്. നിങ്ങൾ കാണാൻ അറിഞ്ഞിരിക്കണം. EP = -gmm/r. അങ്ങനെയാണെങ്കിൽ എയുടെ അവിടുത്തെ ആകുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ത് വരും? R1. അന്നേരം EP = -gmm/r1. ബിയുടെ അവിടുത്തെ ആണെങ്കിൽ -gmm/r2. ചേഞ്ച് ഇൻ EP എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എയിലോട്ട് കുറയ്ക്കണം. അന്നേരം -gmm/r2 മൈനസ് അവിടെ ഉണ്ട്, ഒരു മൈനസോട് വരും, ഡിഫറൻസ് ആകുമ്പോൾ മൈനസ് പ്ലസ് ആവും, +gmm/r1. പോസിറ്റീവ് ആയിട്ടുള്ള ആദ്യം എഴുതാം. അങ്ങനെയാണല്ലോ, എല്ലാം പോസിറ്റീവ് ആണ്. അന്നേരം EP = gmm/r1 -gmm/r2. രണ്ടിടത്തും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് gmm. ബാക്കി 1/r1 - 1/r2. ഇത് 2 സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ കാണാതെ പഠിച്ചോണം. R1-ന് പകരം R എന്ന് കൊടുത്തു, R2-ന് പകരം R+h എന്ന് കൊടുത്തു. എന്നൊരു ഇക്വേഷൻ EP = gmm × 1/r1-ന് പകരം R - 1/r+h. നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയോ LCM എടുക്കുകയോ എങ്ങനെ ചെയ്താലും ഇങ്ങനെ വരും. EP = gmm × R+h - R/r × R+h.
പ്ലസ് ആറും മൈനസ് ആറും ക്യാൻസലായി. GMMH/R/R+H. ഓക്കെ, എർത്തിൻ്റെ റേഡിയസിനെ അപേക്ഷിച്ച് ഹൈറ്റ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ്. എർത്തിൻ്റെ റേഡിയസിനെ അപേക്ഷിച്ച്. എർത്തിൻ്റെ റേഡിയസ് ഉള്ളതാണ് താഴെയാണ്. ഈ മണ്ടയ്ക്കുള്ള ടൈമിലൊന്നുമില്ല ക്യാപിറ്റൽ ആർ. ഇവിടെ ആറിനെ അപേക്ഷിച്ച് എച്ച് എന്ന് പറയുന്നത് 0 കൊടുക്കുമ്പോൾ ഇവിടെ എച്ചിന് 0 കൊടുക്കണം. എന്നിട്ട് നോക്കിയാൽ GMMH അതുപോലെ എഴുതി R/R+0. R+0 എന്ന് പറഞ്ഞാൽ 0 അല്ല 6. അന്നേരം R/R എന്ന് പറഞ്ഞാൽ R². ഇക്വേഷൻ കിട്ടിയിട്ട് EP GMMH/R². ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ പക്ക. പിന്നെ വെയ്റ്റ്ലെസ്നെസ് പഠിക്കേണ്ട, എസ്കേപ്പ് വെലോസിറ്റി പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദി മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി മസ്റ്റ് ബി പ്രൊജക്റ്റഡ് സോ ദാറ്റ് ഇറ്റ് മേ എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകാൻ എടുക്കുന്ന മിനിമം വെലോസിറ്റിയെ പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിയുടെ പറയുന്ന മറ്റൊരു പേരാണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ ആണ് 11.2 km/s. അതിൻ്റെ എക്സ്പ്രഷൻ പഠിക്കണം. VE. എസ്കേപ്പ് വെലോസിറ്റി VE ആണ്, എപ്പോഴും ഓർക്കണം VE ആണ്. ആദ്യം കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ എന്തുവാ? 12mv². പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഉദ്ദേശിക്കുന്ന ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ് -GMM/R. എർത്ത് ആയതുകൊണ്ട്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്തുവാ? 12mv² പ്ലസ് മൈനസ് ആകുമ്പോൾ -GMM/R. അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. അന്നേരം 12mv² -GMM/R = 0. 12mv² 0 + GMM/R. എമ്മും വെട്ടിപ്പോയി. 12mv² GMM/R. v² രണ്ട് 2 ഇങ്ങോട്ട് പോകും. എം വെട്ടിപ്പോയി 2GM/R. v = √2GM/R. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ മെയിൻ ഇക്വേഷൻ. പരീക്ഷയ്ക്ക് ഇങ്ങനെയും ചോദിക്കാം, വൈ എസ്കേപ്പ് വെലോസിറ്റി ഈസ് കോൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. അന്നേരം നമ്മൾ ഈ GMന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. G = GM/R² എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടില്ലയോ? G = GM/R² കേട്ടോ. അതിൽ നിന്ന് GM = R²G. അങ്ങനെയാണ് ഈ ഇക്വേഷനോട്ട് കൊടുത്തു നോക്കിയത്. v √2 × GMന് പകരം R²G/R. ആറും വെട്ടിപ്പോയി. v √2RG. ഇതാണ്. അതുകൊണ്ടാണ് എസ്കേപ്പ് വെലോസിറ്റി ഈസ് കോൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി ആകുമ്പോൾ എന്താണെന്ന് അറിയാമോ? v എക്സ്ട്രീംലി സോറി. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി ആണെങ്കിൽ v √RG. സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി ആകുമ്പോൾ v √2RG. പിന്നെ കെപ്ലറിൻ്റെ ലോസ് പഠിച്ചോണം. ഫസ്റ്റ് ലോയിൽ പറയുന്നവർ ലോ ഓഫ് ഓർബിറ്റ്, സെക്കൻഡ് ലോയിൽ പറയുന്നവർ ലോ ഓഫ് ഏരിയാസ്, തേർഡ് ലോയിൽ പറയുന്നവർ ഹാർമോണിക് ലോ അല്ലെങ്കിൽ ലോ ഓഫ് പീരീഡ്സ്. ആ 3 ലോ സെക്കൻഡ് ലോയ്ക്കും തേർഡ് ലോയ്ക്കും പ്രൂഫ് ഉണ്ട്, അതും പഠിച്ചോളാം. ഇത്രയും കാര്യമുള്ളൂ ഗ്രാവിറ്റേഷൻ. 15 മാർക്ക് ഉറപ്പിക്കാം. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണം വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡും ഡെപ്തിൻ്റെയും ഗ്രാഫ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഗ്രാഫ് വരച്ച് പഠിക്കാം. പിന്നെ വാട്ട് ഈസ് ദി ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻലൈൻ ആൻഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ G എന്ന് പറയുന്നത് 0 ആണ്. അത് T = 2π √L/G. G 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് വരും? T = 2π √L/0. അത് T = ഉണ്ടോ? അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്ത് ഒരേ ഒരു കോൺസ്റ്റൻ്റ് ഉള്ളൂ. ഏതാ കോൺസ്റ്റൻ്റ്? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ്. അത് വെച്ചുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. എർത്ത് ഈസ് കണ്ടിന്യൂസ്ലി പുള്ളിങ് ദി മൂൺ ടുവേർഡ്സ് സെൻറ്റർ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മൂണും സണ്ണൊന്നും താഴോട്ട് വീഴാതിരിക്കാനുള്ള 2 തരം ഫോഴ്സ് ഏതൊക്കെയാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇത് ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് ഇതൊന്നും താഴോട്ട് വീഴാത്തത്. പിന്നെ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. അതുപോലെ തന്നെ എർത്തിന് അറ്റ്മോസ്ഫിയർ ഉണ്ട്, മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല. എസ്കേപ്പ് വെലോസിറ്റി എർത്തിന് 11.2 ആണ്, മൂണിന് 2.38 km/s ആണ്. അന്നേരം ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനോടെ പഠിച്ചുകൊണ്ട് പോയാൽ കിടുകാച്ചി എന്ന് പറഞ്ഞാൽ കിടുകാച്ചി സൂപ്പറായിട്ട് 15 മാർക്ക് ഗ്രാവിറ്റേഷൻ ഫുള്ള് പഠിച്ച് ഇത്രയും സമയത്തിനുള്ളിൽ നല്ലപോലെ ഒന്ന് കേട്ട് പഠിച്ച് നല്ലപോലെ ഗ്രൂപ്പ് റൂം കയറിയാൽ ഇതിൻ്റെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഈസിയായിട്ട് പഠിക്കാം. മനസ്സിലായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം. ഓക്കെ,
അന്നേരം നന്നായിട്ട് പഠിക്കട്ടെ. ഇനിയുള്ള വീഡിയോസ് എല്ലാം കണ്ടുപിടിക്കുക. നാളെ ഉച്ച വരെ പടപടപടാന്നുള്ള നല്ല ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് വരും, വെളുപ്പാങ്കാലത്തൊക്കെ വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.